ഒരു കാര്യം അങ്ങോട്ട് തരാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ था എന്ന് പറഞ്ഞ കവിതയാണ്. അറിയാം, ടിപ്പണി പഠിച്ചാൽ മതി, സേഫ് ആണ്. പക്ഷേ ടിപ്പണി അല്ലാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? നോക്കിക്കേടാ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ ചോദിച്ചാലോ അല്ലേ, ബിരിയാണി ഞാൻ കൊടുത്താലോ എന്ന് നമ്മൾ പറയുന്ന മാതിരി അഥവാ ചോദിച്ചാലോ, എഴുതാം, 4 മാർക്ക് മേടിക്കാൻ ചെയ്യാം. യെസ്, അപ്പൊ ക്വസ്റ്റ്യൻ എന്താടാ നോക്കിക്കേ. हताशा से एक व्यक्ति बैठ गया था, कविता की टिप्पणी पढ़कर विनोद कुमार शुक्ल नरेश सक्सेना को एक पत्र लिखा. वह पत्र കൽപ്പന കർക്കേലേക്ക്. നമുക്കറിയാം എന്താണ് വിനോദ് കുമാർ ശുക്ലിജിയുടേതാണ് എന്ത് ഈ ഒരു കവിത എന്ന് പറയുന്നത്. പക്ഷെ ആ കവിതയ്ക്ക് ടിപ്പണി എഴുതത് നരേഷ് സക്സേനയാണ്. സോ ആ ഒരു ടിപ്പണി വായിച്ചിട്ട് വിനോദ് കുമാർ എന്ത് ചെയ്യാണ്, നരേഷ് സക്സേനയ്ക്ക് ഒരു ലെറ്റർ അങ്ങോട്ട് എഴുതുകയാണ്. അതായത് ഈ കവിത കൂടുതൽ മനസ്സിലാക്കാൻ കാരണം എന്താണ്, ഈ നരേഷ് സക്സേനയുടെ ടിപ്പണിയാണ്. സോ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വിനോദ് കുമാർ ശുക്ലിജി ഒരു അടിപൊളി ലെറ്റർ എഴുതാണ്. 4 മാർക്ക് നമ്മൾ മിസ്സാക്കൂല, നമ്മൾ ഇത് പഠിച്ചിരിക്കും. യെസ്, അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാ, ഒരു ബോക്സ് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണ് സ്റ്റാർട്ട് താരീഖ് എഴുതുന്നു. അതൊക്കെ സെറ്റ് ആണെന്ന് എനിക്ക് അറിയാം, അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും മിസ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റും പ്ലേസ് ഒക്കെ എഴുതി സെറ്റ് ആണ്. ദെൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, സല്യൂട്ടേഷൻ കൊടുത്തു അല്ലേ. യെസ്, പ്രിയ നരേഷ്, അവരങ്ങനെയാണല്ലോ, അവരങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താണ് അവർക്ക് നരേഷ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താ ഇടാ നരേഷ് എന്താണ് നോക്കിക്കേടാ. ആപ് കൈസേ ഹേ, മേം ആശാ കർത്താ ഹൂ കി, നിനക്ക് സുഖല്ലേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്താ, ആപ് ठीक है, നീ അടിപൊളിയായിട്ട് ഇരിക്കുന്നു, നീ ഹാപ്പി ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, बहुत दिनों से मैं सोच रहा हूं कि बहुत दिन से मैं सोच रहा हूं कि കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താണ്, आपको एक पत्र लिखने के बारे में, നിനക്കൊരു ലെറ്റർ എഴുതാൻ ഒരേ ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കാം, കുറേ ദിവസമായിട്ട് എന്താ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് നിനക്കൊരു ലെറ്റർ എഴുതണം, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളത്. ഓക്കെ, ദെൻ മേനെ ആപ്കി ടിപ്പണി പഠി, ഞാൻ നിന്റെ ടിപ്പണി വായിച്ചു കേട്ടോ, നീ എഴുതിയ ടിപ്പണി ഞാൻ വായിച്ചിട്ടുണ്ട്. മേരി ഹാർദിക് ബാതായാം സ്വീകാർ കരേ. അപ്പൊ എന്താ പറയുക, നീ എൻ്റെ ഹൃദയം നിറഞ്ഞ എന്ത് യെസ് അഭിനന്ദനം, അതായത് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, പ്രശംസ ഞാൻ പറയാണ്. മേരി കവിത ആപ് അച്ഛി തരസെ സംശ, എൻ്റെ കവിത നീ എന്താ യെസ് ഞാൻ എഴുതിയ എൻ്റെ കവിത നീ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുത്തു. ഓർ ഉസ്കി ഇത്തനെ അച്ഛി ടിപ്പണി ലിഖി, അതിന് നീ അത്രയും നല്ലൊരു ടിപ്പണി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ജാനന ശബ്ദ കാ സച്ച അർത്ഥ, അറിയുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ത് ചെയ്തു, ആപ്നെ സബ്കോ സംജായ, താങ്കൾ എന്ത് ചെയ്തു യെസ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ആജ്കൽ മനുഷ്യക്കെ മൻ മേം മനുഷ്യത നഷ്ട ഹോ രഹാ ഹേ, ഇന്ന് എന്താണ് യെസ് ആളുകളുടെ മനസ്സിൽ എന്താണ്, ആളുകളുടെ മനസ്സിൽ യെസ് ഇന്ന് മനുഷ്യത്വം എന്നുള്ള കാര്യം എന്തില്ല, അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. ദോ മനുഷ്യക്കെ ബീച്ച്, 2 മനുഷ്യന്മാർക്കിടയിൽ എന്താണ്, മാനവീയ സംവേദന ഹോന ജരൂരി ഹേ ജാൻകാരിയാം ജരൂരി നഹി ഹേ, 2 മനുഷ്യർക്കിടയിൽ എന്താണ് യെസ് ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലിലെ ആത്മബന്ധമാണ് ആവശ്യം, അറിയൽ എന്തല്ല അത്യാവശ്യമല്ല. മേരി കവിത പർ ആപ്കെ ടിപ്പണി പഠിക്കർ ബഹുത്ത് ലോക, എൻ്റെ കവിതയ്ക്ക് നിന്റെ ടിപ്പണി, അതായത് എൻ്റെ കവിതയ്ക്ക് പേരിൽ നിങ്ങൾ എഴുതിയ ആ ടിപ്പണി വായിച്ചിട്ട് എന്താണ്, മുझे കവി കെ രൂപമേ, എന്നെ ഒരു കവി എന്നുള്ള നിലയിൽ എന്താണ് അഭിനന്ദൻ കർത്തേ ഹേ, ഒരുപാട് പേര് അഭിനന്ദിച്ചു. നിങ്ങൾ എഴുതിയ അതായത് എൻ്റെ കവിതയ്ക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു ടിപ്പണി വായിച്ചിട്ട് എന്ത് ചെയ്തു, എന്നെ ഒരുപാട് പേര് എന്നെ യെസ് പ്രശംസിച്ചിട്ടുണ്ട്. ഓക്കെ, അഭി മേം ജാൻതാ ഹൂ കി മേരി കവിത ലക്ഷ്യ പ്രാപ്തി കിയാ ഹേ, അഭി മേം ജാൻതാ ഹൂ കി, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന യെസ് ഞാനിപ്പം ചിന്തിക്കുന്നു, ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണ് എന്താണ് മേരി കവിത ലക്ഷ്യ പ്രാപ്തി കിയാ ഹേ, യെസ് എൻ്റെ കവിത എന്തായിട്ടുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ദെൻ ഇസ്ലിയേ മേം ബഡി ഖുഷി മേ ഹും, ഇക്കാര്യത്തിൽ എന്താണ് ഞാൻ വളരെ ഹാപ്പിയാണ്. ധന്യവാദ്, താങ്ക് യു, നന്ദി. സ്നേഹസോടെ വിത്ത് ലവ് യെസ് വിനോദ് കുമാർ ശുക്ല ഹസ്താക്ഷർ. റൈറ്റ് സൈഡിൽ ആരാണ് എഴുതിയത് അല്ലേ, അതായത് ഫ്രം അഡ്രസ് ആണ്. ദെൻ ഓപ്പോസിറ്റ് ടു അഡ്രസ് സേവാമേം നരേഷ് സക്സേന
പത. യെസ്, വിനോദ് കുമാർ ശുക്ലിജി ആർക്കാണ് അയക്കുന്നത്? നരേ സക്സേനയ്ക്കാണ് അയക്കുന്നത്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ചാപ്റ്ററിനും വന്നിട്ടുണ്ട്. വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല? യെസ്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. 4 മാർക്ക് നമ്മൾ സെറ്റാക്കി. യെസ്, ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്ലാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ ഒരുപാട് ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം. യെസ്, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അപ്പം